സ്റ്റോക്ക് കൂടി നിൽപ്പുണ്ടായിരിക്കും. അവര് ഭൂരിഭാഗം ആൾക്കാർ എന്തായിരിക്കും ചെയ്യുന്നത്? ഫോണിലോട്ട് നോക്കിയിരിക്കുമായിരിക്കും. ശരിയല്ലേ? ആണോ? ഇനി നമ്മൾ ബസ്സിൽ കയറിയിരിക്കട്ടെ, നമ്മൾ ആ ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് 80% ആൾക്കാർ ബസ്സിൽ ഇരിക്കുന്നത് എന്ത് ചെയ്യുമായിരിക്കും? ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. ഇനി മനുഷ്യരെ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണോ അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനെ കൃത്യമായിട്ടൊരു പേരിട്ട് വിളിച്ചാൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന സ്ക്രീൻ ഏജ് എന്നാണ്. സ്ക്രീൻ ഏജ് എന്നാണ്. ഇപ്പൊ വലിയ ആൾക്കാർക്ക് നമ്മുടെ മനസ്സിൽ ധരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പലരോടും ചോദിക്കുവാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ കൂടെ നിങ്ങളുടെ സ്ക്രീനിൽ കൂടെ കാണുന്ന ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു ഇൻഫ്ലുവൻസറെയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ പോലെ ആണോ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇതിൽ പലരും. 2 കിലോ തൂക്കമുള്ള ഒരു പാത്രമായിട്ട് വിഷയം എടുത്ത് നടന്ന ഒരു യാചകന്റെ കഥയുണ്ട്. ആ യാചകൻ അത്രയും നാൾ വിഷയം എടുത്ത് നടന്ന പ്രാകൃതമായ ചെവിയും കരിയും പിടിച്ച ആ പാത്രം അത് മരിച്ചു കഴിയുമ്പോൾ വേറെ ആളോട് കഴുകി നോക്കുമ്പോഴാണ് സ്വർണ്ണമായിരുന്നു അതിന് 2 കിലോയുടെ പാത്രം. ഇവൻ വിഷയം എടുത്തുകൊണ്ട് നടക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയിൽ വന്നു. നമ്മുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ മുന്നിലുണ്ടായിരിക്കും. അപ്പൊ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഇതിലൂടെ നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നു. ആദ്യം സ്ക്രീനേജിലേക്ക് വന്നു. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കരിയർ. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്.